നമസ്കാരം. അങ്ങനെ പുതുവത്സരമാണ്. കുറേയധികം വിശേഷങ്ങളായിട്ട് കുറേയധികം അതിഥികൾ തന്നെയാണ് നമ്മോടൊപ്പം ഓരോ ദിവസവും ചേരുന്നത്. ഇന്ന് എന്നോടൊപ്പം എപ്പോഴും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന, ഫ്രെയിമിൽ എപ്പോഴും കാണുമ്പോൾ കുറച്ച് ഗൗരവമുള്ള ക്യാരക്ടർ ആണെങ്കിലും നേരിട്ട് എല്ലാവരോടും പ്ലസന്റായി സംസാരിക്കുന്ന ഒരു സന്തൂർ മമ്മി. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഈ സന്തൂർ മമ്മി പരസ്യത്തിലാണോ? അല്ല, സീരിയലിലും സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു ടെലിവിഷനിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യതയായ നടി രശ്മി ബോബനാണ്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ സന്തൂർ മമ്മിയാണ്. എനിക്ക് അറൗണ്ട് എനിക്ക് ഇത്രയും കാലവർഷത്തിന് ഇത്രയും ഫ്രെയിമിൽ നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിലും എന്താ പറയാ, നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫ്രെയിമിൽ പല രൂപത്തിലും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അല്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നല്ല അക്ഷര, ഈ പറയുന്ന പോലെ എൻ്റെ ഒരു വേസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അതിൽ ഏകദേശം ഞാൻ നമ്മൾ പറയുക വെച്ചാൽ 98 കിലോ വരെ പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അത് റൗണ്ട് ചെയ്ത് 100 ആക്കൂ. അതിന് വെച്ചാൽ എന്തേ, നമുക്ക് ബാറ്റ് എടുത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് സെഞ്ചുറി അടിച്ചു എന്ന് പറയാമല്ലോ. പിന്നെ നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ പണ്ടും ഇപ്പോഴും ഒരുപോലെ ഒന്നുമല്ല. എൻ്റെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 10 കിലോ കുറച്ച് 15 കിലോ കൂട്ടി, 8 കിലോ കുറച്ച് 10 കിലോ കൂട്ടി എന്നൊക്കെ കുറേ വർഷങ്ങളായിട്ട് പോകുന്നതാണ്. ഈ ഒരു നമ്മളെ 2026 ന്യൂ ഇയർ ഞാൻ ആദ്യം തുടങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ എന്താ വെച്ചാൽ വന്നപ്പോൾ തൊട്ട്, ഞാനിവിടെ ഇന്റർവ്യൂവിന് ഇരുന്നപ്പോൾ തൊട്ട് ഞാൻ ചിരിക്കലും തമാശയൊക്കെ ആകുമ്പോൾ ചേച്ചിനെ എന്താ പറയാ, ഒരു കുട്ടികളുടെയൊക്കെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് 2026 തുടക്കം മുതൽ? നല്ലതാണ്. ഈ പറയുന്ന പോലെ എല്ലാവർക്കും പ്രതീക്ഷകളോടെയാണല്ലോ നമ്മൾ ഓരോ വർഷവും തുടങ്ങുന്നത്. സോ ബീയിങ് പോസിറ്റീവ്, നല്ല നല്ല അവസരങ്ങളും, പിന്നെ എല്ലാവർക്കും ബേസിക്കലി ഹെൽത്ത് ആണല്ലോ വേണ്ടത്. അപ്പൊ എല്ലാം നന്നായി പോകുന്നുള്ള ശുഭ പ്രതീക്ഷയോടെ തുടങ്ങി. അതെ, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. ചേച്ചീൻ്റെ 2026 2025 അവസാനമാണെങ്കിൽ പോലും സർവമായ അങ്ങ് വന്ന് ഹിറ്റടിച്ചിരിക്കുകയാണ്. ബോക്സ് ഓഫീസിലും റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ്. അതിലൂടെയാണ് ഇപ്പോൾ ചേച്ചി ഏറ്റവും കൂടുതൽ ആരാധകർ ഇപ്പോൾ തിരിച്ചറിയുന്നത് അല്ലേ? എങ്ങനെയുണ്ട് സർവമായ വിശേഷങ്ങളൊക്കെ? സർവമായ ഒരുപാട് സന്തോഷം തന്നു. നമ്മൾ ചെയ്യുന്ന വർക്ക് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് എപ്രിസിയേഷൻ ആണല്ലോ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യം. ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് സത്യന്തിക്കാട് മൂവീസിൽ കൂടിയാണ്. മനസ്നക്കരയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. 2001 തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ സിനിമകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഒരു കഥാപാത്രം കണ്ടിട്ട് ആളുകൾ നമ്മളെ വിളിക്കാമെന്ന് പറയില്ലേ, അത് വളരെ റെയറായിരുന്നു. അപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് സർവമ്മയിലെ ക്യാരക്ടർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അഖില ആദ്യം അതിലേക്ക് വിളിച്ചത് വേറൊരു കഥാപാത്രത്തിനായിരുന്നു. അത് വർക്കൗട്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അയ്യോ, കാരണം ഞാൻ സത്യൻ സാറിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സിനിമയിൽ വന്നത്. അപ്പോൾ സാറിൻ്റെ മകൻ്റെ സിനിമയിൽ വിളിച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നമുക്ക് എന്തെങ്കിലും നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പം, ഇല്ല ചേച്ചി, അത് ചിലപ്പോൾ ശരിയാവത്തില്ല. കാരണം എൻ്റെ ഈ കറണ്ട് പിക്ചർ കണ്ടപ്പം അവർ ഉദ്ദേശിച്ച ക്യാരക്ടറിന് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം എനിക്ക് ഭയങ്കര സങ്കടം വന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ സാറിനെ വിളിച്ചു. നമ്മൾ സാർ ഇങ്ങനെ വിളിച്ചു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സാറിലടോ നമുക്കുള്ളത് നമ്മളിലേക്ക് വരും എന്ന് പറഞ്ഞു. സാർ ഈ പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണല്ലോ പറയാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു സീനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു സീനോ ഒരു ഷോട്ടോ ഞാൻ വരാം അഖിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പക്ഷേ സിനിമയുടെ ഒരു മെയിൻ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ചെയ്തപ്പോൾ തന്നെ അവിടെയുള്ളൊരു വൈബ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ സത്യൻ സാറിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്വാതന്ത്ര്യം, പിന്നെ നിവിൻ്റെ പടം, അപ്പം മൊത്തത്തിലൊരു ജോവിയൽ മൂഡാണ്. സീൻ കുറച്ച് ജോവിയൽ അല്ലെങ്കിൽ പോലും അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് 2 ദിവസം കൊണ്ട് ചെയ്ത സീനാണത്. അത് വന്ന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയപ്പം ഒരുപാട് സന്തോഷം തോന്നി. അതെ, അതിൽ നിവിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ ഒരു എക്സ്പ്രഷൻ, ചേച്ചിയുടെ എക്സ്പ്രഷൻ, നിങ്ങളുടെ ഒരു രണ്ട് രീതിയിലാണ് പറഞ്ഞു പോകുന്നത് അല്ലേ? നിവിൻ്റെ ആ ഒരു ഇത് ഏറ്റില്ലയോ എന്നുള്ള ഹ്യൂമറസ് സാധനം, എന്നാൽ ഇവിടെ കുട്ടിയുടെ അസുഖത്തിന്റെ ഒരു സാധനമാണ്. രണ്ട് എക്സ്ട്രീം പോളിലുള്ള സാധനങ്ങൾ. എങ്ങനെയാ ഒറ്റ ടേക്കിൽ തന്നെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു? വലിയ ബുദ്ധിമുട്ട്. നമുക്ക് സിങ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സിങ് സൗണ്ടിന്റെ ഒരുപാട്, എനിക്കൊന്ന് ഞാൻ സിനിമയിൽ സിങ് സൗണ്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഏർലിയർ ഒന്നും ചെയ്തിരുന്നു, പക്ഷെ ആ സിനിമ മുഴുവനായില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിലൊക്കെ നല്ല മൈന്യൂട്ട് എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് മനസ്സിലായി. ഈ ഇത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് ചിത്രം എത്തുമെന്ന് പ്രതീക്ഷിച്ചോ? സിനിമ എപ്പോഴും നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ നമ്മളെല്ലാവരും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഹ്യൂമറസ് ട്രാക്ക് ആദ്യമേ ഒരു സാധനം കേട്ടപ്പം നമുക്ക് ഹോപ്പുണ്ട്. നമ്മളെപ്പോഴും ഹോപ്പ്ഫുൾ ആയിട്ടാണല്ലോ ഒരു സാധനം ചെയ്യുന്നത്.
പിന്നെ സിനിമ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റിങ്ങിൻ്റെ സമയത്തും ഇതുപോലെ അഖിൽ എനിക്ക് വോയിസ് നോട്ട് അയച്ചു, ചേച്ചി ആ സാധനം പുള്ളി ഉദ്ദേശിച്ച പോലെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മളൊരു ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്, പുള്ളി എങ്ങനെയാണോ അത് കൺസീവ് ചെയ്യാൻ ആഗ്രഹിച്ചേ അതുപോലെ നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപ്രിസിയേഷൻ. അത് കഴിഞ്ഞ് സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നി. ഈ സിനിമയൊക്കെ ചേച്ചി ഇപ്പൊ 2001 മനസ്സിനക്കരെ തുടങ്ങിയ സമയം, ആ സിനിമ മുതൽ ഇപ്പൊ 2025 ലാസ്റ്റ് ഇറങ്ങിയ സർവ്വമായവരെ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ജേണിയിൽ നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് സിനിമയിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. അന്നത്തെ ഒരു കഥ പറച്ചിൽ രീതിയല്ല ഇന്നുള്ളത്, അന്നത്തെ ഒരു അഭിനയ രീതിയല്ല ഇന്നുള്ളത്. നമ്മുടെ കോസ്റ്റ്യൂമിനടക്കം വലിയ വ്യത്യാസം വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഈ സർവ്വമായിലേക്ക് എത്തുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഓരോ കാലം മാറുന്നതനുസരിച്ച് ചേഞ്ചസ് നെസസറി എന്ന് പറയുന്ന പോലെ. പക്ഷേ എനിക്കങ്ങനെ ഒരു ഭീകര മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളും ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ കാണുന്നതും കേട്ടറിഞ്ഞ് നമ്മളും നമ്മളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സർവ്വമായാലും എന്നെ സംബന്ധിച്ച് എൻ്റെ കോസ്റ്റ്യൂം ആയിരുന്നു ഡിഫറെൻറ്റ്. കാരണം യൂഷ്വലി ഞാൻ സിനിമ ചെയ്യുന്നത് ഒട്ടുമുക്കാലും എനിക്ക് തോന്നുന്നു 99% സാരീസ് ഇട്ടിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഇതെനിക്ക് കുറച്ചൊന്ന് റിയൽ ലൈഫ് രശ്മിയുടെ ഒരു ലുക്ക് അതിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ എനിക്കൊന്നും അധികം മേക്കപ്പ് അങ്ങനെയൊന്നും ഇല്ല, നോ മേക്കപ്പ് ആയിരുന്നു അത്. കാരണം ആ സിറ്റുവേഷനിൽ അതിൽ ഒരിക്കലും ഓവർഡൂ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്കൊന്ന് സിനിമയിൽ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അല്ലേ. പിന്നെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്ത് റിയലിസ്റ്റിക് സിനിമാസ് അതിന് ഓവർ മേക്കപ്പിന്റെ ആവശ്യമില്ല. ഇപ്പൊ ലൈറ്റുകൾ മാറി, പണ്ടുണ്ടായ ഇൻസ്ട്രുമെന്റിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മിനിമൽ മേക്കപ്പ് മതി, നോ മേക്കപ്പ് തന്നെയാണ് എനിക്കൊന്ന് മെയിൻലി ഒരുപാട് ഇതിലുള്ളത്. പിന്നെ ഡിഫേഴ്സ് ക്യാരക്ടർ ടു ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ഉണ്ടല്ലോ. നമ്മൾ ഈ മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സൗന്ദര്യം കൂട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ. നമ്മളൊരു കഥാപാത്രം ആവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന ചേഞ്ചസും കൂടി ഒരു മേക്കപ്പ് ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ മനസ്സിനക്കരയിലേക്ക് എത്തിപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടില്ല. ഇപ്പൊ കുറെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഇന്റർവ്യൂസ് വളരെ കുറവാണ്, ഞാൻ തപ്പിയെടുത്തതാണ് ആളെ, ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചാണ് കിട്ടിയത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ 2000 ഒരു സിനിമയിലേക്ക് എൻട്രി, അതിനുശേഷം എങ്ങനെയായിരുന്നു കരിയർ ബിൽഡ് ചെയ്ത് വന്നതൊക്കെ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എൻ ആങ്കറിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് സീരിയലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സീരിയലിൽ എൻ്റെ കെ രാജീവ് സംവിധാനം ചെയ്ത സ്വപ്നം എന്ന് പറഞ്ഞ സീരിയൽ, അത് കണ്ടിട്ടാണ് എനിക്ക് സത്യൻ സാറിൻ്റെ മൂവിയിലേക്ക് കോൾ വരുന്നത്. ആക്ച്വലി അതിന് മുന്നേ കുറച്ച് 1-2 പ്രോജക്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുമായിരുന്നു. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരാം. അപ്പൊ എനിക്ക് മോനായായിരുന്നു. അതിനിടയിൽ കല്യാണം കഴിഞ്ഞു, മോനായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് വർക്ക് ചെയ്യില്ല എന്ന് കരുതി. സിനിമകൾ ഒരു നോ എന്നുള്ള ലെവലിലായിരുന്നു. അത്ര വലിയ സിനിമയിലൊന്നും വലിയ എന്താ പറയാ നോട്ടമില്ലായിരുന്നു എന്ന് പറയാം. പക്ഷെ സത്യനന്ദിക്കാട് സാറിന്റെ അവിടെ നിന്നൊരു കോള് വന്നപ്പോഴേക്കിൽ വീട്ടിൽ ഇതുപോലെ ഹസ്ബൻഡാ പറഞ്ഞത്, രശ്മിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രശ്മി പോവും, ബാക്കി നമുക്ക് മാനേജ് ചെയ്യാം. കാരണം അതൊരു കംഫർട്ട് സോണിൽ മാറിപ്പോൾ നിൽക്കുകയാണ്. കാരണം ഞാൻ മാറി നിൽക്കുമ്പം കുഞ്ഞിന്റെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടിയാണ് ഈ പറയുന്ന പോലെ സത്യൻ സാറിന്റെ മനസ്സിനക്കരയിലേക്ക് ഞാൻ വരുന്നു. സത്യൻ സാറിന്റെ കൂടെ എനിക്ക് 7 സിനിമ അല്ലേ? 7 സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു 5 ഇയേഴ്സ് ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അധികം കാരണം പിള്ളേരൊക്കെ കുറച്ച് വലുതായപ്പോൾ അവരുടെ എക്സാം അതിങ്ങനെയൊക്കെ ആയിട്ട് ഒരു 5 വർഷം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 7 സിനിമ എന്ന് പറഞ്ഞാലും അതൊക്കെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ നോട്ട് ചെയ്യുന്ന കഥാപാത്രം. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇപ്പം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാറിന്റെ മൂവി തന്നെയാണ് എനിക്കൊരു നോട്ടീസബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് നമ്മൾ ഈ സിനിമയെ കാണുമ്പോഴേ ഇപ്പൊ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ നായിക ആ ഒരു ഇത് ലെവല് വിട്ട് അതിനപ്പുറത്തേക്ക് ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കൊക്കെ ആൾക്കാർക്ക് എത്തിച്ചേരും. സത്യസാറിന്റെ സിനിമകളിലൊക്കെ നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഈ എന്താ പറയാ, കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ജേർണി തുടങ്ങാൻ, ഒരു ഫ്യൂച്ചർ കണ്ടെത്താൻ തുടങ്ങുന്ന സമയത്താണല്ലോ സീരിയലിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ ഈ സീരിയലാണ് ഈ ഒരു ആങ്കറിങ്ങിൽ നിന്ന് സീരിയലിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് സിനിമ, എങ്ങനെയാണ് അതൊക്കെ ഒരു പ്ലാൻ ചെയ്തത്? അതൊക്കെ അതോ ദൈവനിശ്ചയം എന്നാണോ വിശ്വസിക്കുന്നത്? ഒന്നും പ്ലാൻഡ് അല്ല. എൻ്റെ ലൈഫിൽ അല്ലെങ്കിലും ഇതുവരെ പ്ലാൻ ചെയ്ത ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം ഈ പറയുന്ന പോലെ എന്തോ പറയുമല്ലോ, ചടപട എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് ഹാപ്പൻഡ്. ഇപ്പോൾ ആങ്കറിങ്ങിലേക്ക് വന്നത് തന്നെ ആദ്യം സൂര്യ ടി വിയുടെ ലോഞ്ചിൻ്റെ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പോയതാണ് ആങ്കറിങ്ങിന്. അപ്പോൾ അവൾ ഓഡിഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഞാനൊരു കൈ നോക്കിയാലോ എന്ന് കരുതി ഞാൻ അന്ന് ചെയ്തു. പക്ഷേ അന്ന് ആ ഓഡിഷൻ ഏറ്റില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ്റെ ത്രൂ ആണ് രണ്ടാമത് ഞാൻ ഇതിന് പോകുന്നത്, ഓഡിഷന് പോകുന്നതും. അത് ഓക്കെ ആയി. എനിക്കൊന്ന് 2-3 പ്രോഗ്രാംസ് ഞാൻ സൂര്യ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എൻ്റെ ഡാൻസ് ടീച്ചറുടെ ത്രൂ ആണ് സീരിയലിലേക്ക് വരുന്നതും. പിന്നെ സീരിയൽ മേഖലയിൽ നിന്നാണ് ഹസ്ബൻഡിനെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും. കുഞ്ഞുണ്ടായ ശേഷം പറയല്ലേ നമുക്ക് അതിലേക്ക് അതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് പോയ ഉടനെ ഞാൻ ഒരിക്കലും സീരിയൽ മതിയാക്കിയിട്ടില്ലായിരുന്നു. സൈമിൾട്ടേനിയസ്ലി സീരിയലും സിനിമയും ഒരുപോലെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പറയുന്ന പോലെ സിനിമ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീരിയലിനെ തള്ളുന്നു എന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് സീരിയലിൽ എനിക്ക് ഒരുപാട് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് സാധനങ്ങൾ കിട്ടിയിരിക്കുന്നത് സീരിയലിലാണ്. കാരണം രണ്ട് മേഖലയാണ്. നമ്മൾ ഡെയിലി പ്രേക്ഷകന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. സിനിമ എന്ന് പറയുമ്പോൾ 2-2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഒരിക്കലും ഞാൻ സീരിയൽ വിട്ട് കളഞ്ഞിട്ടില്ലായിരുന്നു. സോ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുമായിരുന്നു. സിനിമ സീരിയൽ ഇപ്പോഴും പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ പറയാം ലൈഫ് എന്ന് പറയുന്ന കുറച്ചും കൂടെ സേഫ് അങ്ങനെയൊക്കെ എല്ലാവരും പറയാറുണ്ട്. കാരണം അത് നോക്കിയിട്ടാണ് കുറെ. ഞാനൊരു ഗസ്റ്റ് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവര് പറഞ്ഞു സിനിമ എന്നുള്ളത് ലോട്ടറി പോലെയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കൺസിസ്റ്റൻസി ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയത് സീരിയലാണ്. സിനിമയിൽ ഒരു കൺസിസ്റ്റൻസി ഓഫ് വർക്ക് കുറവായിരുന്നു. മേ ബി ഞാൻ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് പിന്നോട്ടാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹായ് ഹലോ ബൈ എന്ന് പറഞ്ഞാലും പിന്നീട് അവസരം ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുക. അന്നൊക്കെ അയ്യോ നമ്മളത് ചോദിക്കുന്നത് ശരിയാണ്, നമുക്കുള്ളത് നമ്മളിലേക്ക് വരുമല്ലോ. അതും സത്യം തന്നെയാണ്, നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ വരും. കാത്തിരിപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ആ ഒരു ഈസി ഗോ ആയിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് ക്യാരക്ടേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് ഫ്രെയിമിൽ കാണുമ്പോൾ അയ്യോ അത് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സത്യസന്ധമായി പറഞ്ഞാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു എൻ്റെ സിനിമാ ജീവിതം. ഒരുപക്ഷെ ആ വന്ന സമയത്ത് നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. വരുന്നത് ചെയ്തു. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു കഥാപാത്രം വിളിക്കുന്നു, പോയി ചെയ്തു. ചൂസ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അങ്ങ് പോയി. പിന്നെ കുറേ നാൾ കഴിയുമ്പം നമ്മൾ സീരിയലിലേക്ക് വരുന്നു. സീരിയൽ ചെയ്യുമ്പോഴേക്കില് പൊതുവേ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ പറയുന്നത് സീരിയലിൽ നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഓവർ എക്സ്പോസ്ഡ് ആയി പോകുന്നു അത്രേ. അപ്പോൾ സിനിമയിലേക്കുള്ള വിളികൾ കുറയും. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അതെങ്ങനെ ഈ ഓവർ എക്സ്പ്ലോർ ആയി പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നേ ഇപ്പോൾ സിനിമകളുടെയൊക്കെ ഒരു പ്രത്യേകതയെ പുതുമുഖങ്ങൾക്കും അല്ലെങ്കിൽ പണ്ടൊക്കെ നാടകത്തിൽ അഭിനയിച്ച ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് അവസരങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സീരിയലിൽ നിൽക്കുന്ന ആളുകൾക്ക് സിനിമയിലേക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രെയിം കിട്ടാത്തതേ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇവരെന്നും അറിയുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് മറ്റൊരു കഥാപാത്രം കൊടുക്കുമ്പോൾ അവര് അതെങ്ങനെയായിരിക്കും, അതിലേക്കൊരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആയിരിക്കാം. ഞാനും അത് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ആ ഒരു വേർതിരിവ് എന്നും ഉണ്ട്. സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വേർതിരിവ് എന്നും ഉണ്ട്. നമ്മളിപ്പോ ചോദ്യം ചോദിക്കുവാണെങ്കിൽ അങ്ങനെയാണല്ലോ ഉണ്ട്. ആൾക്കാർ പറയുന്നു അയ്യോ അവർ സീരിയലിൽ ഒരുപാടുണ്ട്, അപ്പൊ അത് സിനിമയിലേക്ക് വേണോ? പക്ഷെ ആർട്ടിസ്റ്റ് ഇസ് എൻ ആർട്ടിസ്റ്റ്. നിങ്ങൾ പെർഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വൈ നോട്ട്? ഇപ്പം ഞാനൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ഞാൻ അതേ ചിന്തിക്കുള്ളൂ. പിന്നെ ഒന്നുണ്ട്, ഒരു കഥാപാത്രത്തിന് മാച്ച് ആവുന്ന വ്യക്തി, അത് സീരിയലിലായാലും ഡ്രാമയിലായാലും എവിടെയാണെങ്കിലും മാച്ച് ആവുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഡബ്ബിംഗ് ഒക്കെ സ്വന്തം തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്. ആക്ച്വലി അതൊരു ഹെക്ടിക് ജോബാണ്. സീരിയലിനെ സംബന്ധിച്ചിട്ട് കുറച്ച് അഭിനയിക്കുന്നതിനെക്കാട്ടും പാടാണോ ഡബ്ബിംഗ് എന്ന് പറയുന്നത്? ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ മാസത്തിൽ 30 ദിവസം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാവും. ഞാൻ കുറച്ച് നാൾ എനിക്കൊന്നൊരു 1-2 കൊല്ലം സീരിയൽ ഡബ്ബിംഗ് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന പോലെ ഡെയിലി പോകേണ്ട എപ്പിസോഡ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഷൂട്ടിന് ഏർലി മോർണിംഗ് പോയി ഡബ് ചെയ്യേണ്ടി വരും, രാത്രി പോയി ഡബ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാൾ. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷേ ഇപ്പോൾ പിന്നെ 1-2 സാധനങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ചാനലിൽ നിന്ന് തന്നെ പറഞ്ഞു ഞാൻ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഡബ് ചെയ്യും. സിനിമകൾ ഞാൻ തന്നെ ഡബ് ചെയ്യും. കാരണം അതൊരു പെർട്ടിക്കുലർ ടൈം കുറച്ചല്ലേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ സീരിയലിനെ സംബന്ധിച്ച് എല്ലാം നെടുനീള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ നമുക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൊക്കെ. ഞാൻ ആക്ച്വലി ഒരു തമിഴ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പകുതി ആയിട്ടുള്ളൂ, പൂർത്തിയായിട്ടില്ല. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയല്ലേ? കുറെ നാളുകളായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. തുടക്കത്തിലൊക്കെ ഒരുപാട് കോൾസ് തമിഴ് തെലുങ്ക് എന്നൊക്കെ വന്നിട്ട്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ടു പോകാൻ ഇത്തിരി മടിയുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ സീരിയലിൽ തന്നെ സിനിമയിലേക്ക് പോകാൻ മടിയായിരുന്നു. സിനിമയിൽ വന്നപ്പം അന്യഭാഷ സിനിമയിലേക്ക് പോകാൻ മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായമൊക്കെ മാറുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്റ്റേൺ ആവും. നമുക്കറിയാം ഹൗ ടു ഡീൽ തിങ്സ്. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ അപ്പോൾ ഓപ്പർച്യൂണിറ്റി വരണമെന്നില്ല. അതെ.
ഈ കല്യാണം അതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡൊക്കെ ആവുമ്പം അവരുടെ ഒരു കംഫർട്ട് സോൺ. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടെ ഭദ്രമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു സെലക്ഷൻ, ആ ഒരു തീരുമാനം അതൊക്കെ റൈറ്റ് ടൈമിൽ എടുത്തുകൊണ്ട്. ഈ ഇൻഡസ്ട്രിക്കകത്തുള്ള ആളായതുകൊണ്ട് അതിന്റെ പ്ലസും മൈനസും നന്നായിട്ട് അറിയാം. അന്യോന്യം നമുക്കത് മനസ്സിലാവും. ഒരു പക്ഷേ പുറമേ ഉള്ളൊരു വർക്കിലുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ രീതിയും കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ, ടൈമിംഗ് അറിയാലോ, നമ്മളൊരു ഓഫീസ് ജോബ് പോലെ രാവിലെ 9 മണിക്കോ 10 മണിക്കോ പോയിട്ട് വൈകിട്ട് 5 മണിക്ക് വരുന്ന പരിപാടിയല്ല. പലപ്പോഴും ഇവിടുന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് രാത്രി 10 മണി 11 മണിക്കായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു ഫാമിലി ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് വർക്ക് സ്പേസും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രംഗത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ കാണുന്നുണ്ട് ഒരേ രംഗത്ത്, ഇപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഒരേ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ ശരിയാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ബട്ട് അത് ആ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. എത്രത്തോളം അന്യോന്യം മനസ്സിലാക്കുന്നു എന്നും ആ റിലേഷൻഷിപ്പിന് എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇത്രയൊക്കെ പറയുന്ന ആളെയാണ് ഞാൻ എടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തൂല, അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാത്തത് എന്നുള്ളത്. ഓക്കെ, ഈ കല്യാണം അതിന്റെ ഒരു ടൈമിങ് കാര്യങ്ങൾ അതൊക്കെ നമ്മളോടൊന്ന് പ്രേക്ഷകരോടൊക്കെ പങ്കുവെക്കാൻ പറ്റുമോ? ഞാൻ ഹസ്ബൻഡിന്റെ പേര് ബോബൻ സാമൽ, ഡയറക്ടറാണ്. നമ്മൾ അറിയാത്ത ആൾക്കാർ. അപ്പോൾ ഇതുപോലെ KK രാജീവ് സംവിധാനം ചെയ്യുന്ന പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞൊരു സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അത് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു എല്ലാ ഏർലി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ അതേ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് അടിച്ച് ചളിവാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്കൊന്ന് 4-5 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുന്നു. പ്രായം അതാണല്ലോ, ഈ പറയുന്ന പോലെ 19 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സാവുന്നേ ഉള്ളൂ. അങ്ങനെ പരിചയപ്പെട്ടു. അച്ഛനും ഒന്ന് വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പ്രേമമായി. വീട്ടിൽ ഇതുപോലെ പറഞ്ഞപ്പം തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവില്ല. കാരണം ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് വന്നേ ഉള്ളൂ. പിന്നെ കാലഘട്ടം വന്ന അങ്ങനെയാണ്. ഈ പറയുന്ന പോലെ പെൺകുട്ടീനെ എന്തിനാ ഈ ഇൻഡസ്ട്രിക്ക് വിട്ടേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ പാരൻസ് കേൾക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകുന്നു കൂടി പറയുമ്പം അവർക്കാണല്ലോ അതിൻ്റെ പ്രശ്നം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിന്നു. ഒളിച്ചോടി പോകേണ്ടിയൊന്നും വന്നില്ല. കല്യാണമായിട്ട് കഴിച്ചു, നടത്തി. അതെ, നടത്തി. അതിനുശേഷം വീണ്ടും സീരിയലിലും അഭിനയം. ഞാൻ സിനിമയിൽ പോലും വരുന്നത് ഞാൻ ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ മൂത്ത മോൻ ഉണ്ടായ ശേഷമാണ്. സാറിന്റെ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിരട്ടി വാങ്ങിച്ച ആണ് വേറൊരു, ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ വേഷം തന്നില്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല. നമുക്ക് ധൈര്യമായിട്ട് വരട്ടാവുന്ന ഒരേ ഒരു സംവിധാനമല്ലേ ഉള്ളൂ. അതല്ല ഈ പറയുന്ന പോലെ നമുക്കുള്ള കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ വിളിക്കുന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഫീൽഡിൽ ഇപ്പം സംവിധായകനായിക്കോട്ടെ നടി ആയിക്കോട്ടെ ഏത് ഫീൽഡാണെങ്കിലും അവരുടെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നതേ കുറച്ച് ടൈം, ഇപ്പൊ മാം സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ വേണമല്ലോ, ഘടകങ്ങൾ. ആ ഘടകങ്ങൾ കറക്റ്റ് ടൈമിന് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ടുമാറി കോവിഡ് കാലത്തൊക്കെ എല്ലാവരും വീട്ടിലിരുന്ന പോലെയൊക്കെ ഒരു സംഭവമൊക്കെ വരും. അങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ തുടക്കകാലം ഐ വാസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നമുക്ക് വന്ന അവസരങ്ങളൊന്നും പ്രോപ്പർലി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, റിഗ്രറ്റ് ഉണ്ടാവുമല്ലോ എന്തുകൊണ്ട്. പിന്നെ ഇതിൽ ലക്ക് എന്ന് പറയുന്ന ഫാക്ടർ വലിയൊരു ഘടകമാണ്. നമുക്ക് ടാലൻറ്റ് മാത്രം ഉണ്ടായിട്ട് പോരാ, ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനൊരു കഥാപാത്രത്തിന് കാസ്റ്റ് ചെയ്യാൻ ഒരു സംവിധായകനും പ്രൊഡ്യൂസറും എഴുത്തുകാരനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റിന് അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു സിനിമ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസും വന്നത് സർവ്വമായക്ക് ശേഷമാണ്. അപ്പം അതിന് കാസ്റ്റ് ചെയ്യാൻ ആ സംവിധായകനും അത് ഓക്കെ എന്ന് പറയാൻ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു എന്താ പറയണ്ടത് ചെയ്തു എന്നാൽ പോലും ഞാൻ പറയുന്നത് നമ്മളൊരു അത്യാവശ്യ ഘടകമല്ല. ഇപ്പൊ ഹീറോസിനെ അല്ലെ ഹീറോയിൻസിനെ മാറ്റി നിർത്തി നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ ഞാൻ അയ്യോ അവരില്ലെങ്കിൽ ആ കഥാപാത്രം വേറെ ആര് ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയൊന്നുമില്ല. A അല്ലേ B അല്ലേ C എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഈ പറയുന്ന ഒരു ടീം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബഡ്ജറ്റ് അഭിനയിക്കുന്നതിലപ്പുറം നിങ്ങൾ ചെലവാക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? കാരണം പ്രത്യേകിച്ച് കോസ്റ്റ്യൂമിന്റെ കാര്യമാണ് എടുത്തത്. ലേഡീസിന് ഏറ്റവും കൂടുതൽ, എനിക്കൊന്ന് ജെന്റ്സിനേക്കാൾ കൂടുതൽ സീരിയൽസിലെ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവുന്നത്. ഈ സാരിയൊക്കെ എങ്ങനെ വാങ്ങിക്കൂട്ടുന്നു? കാരണം ഞാൻ പറയാറുണ്ട് അക്ഷരം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. കാരണം സിനിമയെ സംബന്ധിച്ച് നമ്മൾ ഇടുന്ന വേഷത്തിൽ അങ്ങ് പോയാൽ മതി, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. പക്ഷേ സീരിയലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു റിച്ച് ക്യാരക്ടർ ആണെങ്കിൽ അതിന് പറ്റുന്ന മാച്ചിങ് ബ്ലൗസ് തയ്ക്കണം, അറിയാലോ തയ്യൽ എത്രയാണെന്ന്,
ജ്വല്ലറി വേണം. അപ്പം മെയിൻറ്റെയിൻ ചെയ്യൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഇല്ലെങ്കിൽ സീരിയലിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, വെറുതെ ഒന്ന് അഭിനയിച്ച് പോകുന്ന അവസ്ഥയായി കിട്ടുന്ന മൊത്തം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും നമുക്കുണ്ടാവാറുണ്ട്. മേ ബി ബഡ്ജറ്റ് ഇപ്പോൾ ഈ പറയുന്ന പോലെ പലപ്പോഴും ചാനൽസൊക്കെ റെഫർ ചെയ്യുന്നത് ഹിന്ദി സീരിയൽസിനെ കണ്ടിട്ട് ആ റെഫറൻസ് ആണ് നമുക്ക് തരുന്നത്. പക്ഷെ അവിടെ കമ്പനിയാണ് കൊടുക്കുന്നത്, പിന്നെ അവർക്ക് ബജറ്റും കൂടുതലാണ്. ഇവിടെ ആർട്ടിസ്റ്റ് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പം പ്രത്യേകിച്ച് ഓരോ ക്യാരക്ടറുകൾ അങ്ങനെയാണല്ലോ, ഒരു നമ്മുടെ ഒരു ഫീൽഡിൽ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറായിട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ പ്രായത്തിന്റെ ക്യാരക്ടർ ആയിരിക്കില്ല. ഇപ്പൊ ചേച്ചിയൊക്കെ അടക്കം ചെറിയ പ്രായത്തിലുള്ള പോലും വലിയ അമ്മയായിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാ നോക്കിക്കാണും? ഞാനിപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടെലികാസ്റ്റ് ആയ സീരിയൽ എന്ന് പറയുന്ന ജ്വാലയാണ്. മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത ജ്വാലയാണ് എൻ്റെ ഫസ്റ്റ് ടെലികാസ്റ്റ് ആയത്. ആദ്യം ചെയ്തത് അസൂയ പൂക്കൾ എന്ന് പറഞ്ഞിട്ട് കൈരളി ചാനലിനോട്, അത് എൻ്റെ പ്രായത്തിലുള്ള ഒരു കഥാപാത്രം ചെയ്തത്. പക്ഷെ അത് രണ്ടാമതാണ് റിലീസാവുന്നത്. ആദ്യം ടെലികാസ്റ്റ് ആയതിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിന് ഏജ് 31-35 വയസ്സെന്തോ. ആ സമയത്ത് ഞാൻ വെറും 19 years ആണ്. അന്നൊന്നും എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് ഒരു കഥാപാത്രം കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് വന്നിട്ടില്ലായിരുന്നു. നമുക്ക് ഒരു പെർഫോം ചെയ്യാനുള്ള ഒരിത്. ഇപ്പം ഇന്നിപ്പം എത്ര ഏജുള്ള ഒരാളുടെ ക്യാരക്ടർ വിളിച്ചാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ജസ്റ്റ് വന്ന് ഒരു ചായയും കൊടുത്ത് അങ്ങനെ 2 മിണ്ടി പറഞ്ഞു പോകുന്നൊരു അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്നതിനോട് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു സീനെങ്കിൽ ഒരു സീൻ നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ള സാധനമാണെങ്കിൽ ഇനി ആരുടെ അമ്മയായിട്ട് വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. ചെയ്ത കഥാപാത്രങ്ങൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും? അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. സെലക്റ്റീവ് ആയിട്ട് തന്നെയാണോ കഥകളെ ഇപ്പൊ പറഞ്ഞ പോലെ? ഞാൻ പറഞ്ഞ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിരുന്നു. എന്നിലേക്ക് വന്നത് ഞാൻ ചെയ്തു. അങ്ങനെ നമുക്ക് എന്താ പറയണ്ട, സെലക്ട് ചെയ്യേണ്ട ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ അല്ല ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് സീരിയലുകൾ ചെയ്തു. പക്ഷെ അതിലൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കുറച്ച് മുഖങ്ങൾ, ആ മുഖങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇപ്പൊ എന്റെ അടക്കം കുറെ ഈ സീരിയലിലൊക്കെ ആണെങ്കിലും കുറച്ച് ക്യാരക്ടറുകൾ, ഡ്രസ്സിങ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഫീൽഡ് അല്ല മറ്റൊരു ഫീൽഡ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ ക്യാരക്ടർ വിട്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ ചെല്ലുമ്പോൾ ആ ക്യാരക്ടർ പിടിച്ചു നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സീരിയലിനെ സംബന്ധിച്ച് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ റെഗുലർലി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു കഥാപാത്രമായിട്ട് ഇരിക്കുമ്പം കുറച്ച് കഴിയുമ്പം അതിന്റെ ഒരു എലിമെന്റ് നമ്മളിലേക്ക് വരുന്നതായിട്ട് കൂടെ നിൽക്കുന്ന ആക്കാണല്ലോ അത് മനസ്സിലാവുക. നമ്മൾ ഈ പറഞ്ഞ ഭയങ്കര വില്ലത്തി സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അത് പണ്ടൊരിക്കൽ എന്നോട് ചേമനുണ്ട്, അതേ അഭിനയിക്കുന്ന കഥാപാത്രം അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. ചില സമയത്ത് നമ്മൾ അതുപോലെ റിയാക്ട് ചെയ്ത് കളയും. സീരിയലിൽ സംഭവിക്കാറുണ്ട്. സിനിമയിൽ അങ്ങനെ അത്ര ഒരു ഭീകര സാധനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സീരിയലിൽ ചില സമയത്ത് ചില സാധനങ്ങൾ നമ്മളിലേക്ക് കയറാറുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ട് ഓർമ്മയുണ്ട്. അവാർഡുകൾ അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും. ആരാണ് അവാർഡുകൾ ആഗ്രഹിക്കാതെ? ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ അവാർഡുകളും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിൽ കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ അത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അവാർഡുകളും, ഏത് അവാർഡാണെങ്കിലും സന്തോഷം മാത്രമേ ഉള്ളൂ. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടർ ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്നത് സതിൻ സാറാന്ന് പറഞ്ഞു. അഭിനയിക്കുമ്പോൾ കൂടെയുള്ള ഒരു വർക്ക് സ്പേസ്, എനിക്ക് തോന്നുന്ന അച്ചുവിന്റെ അമ്മ അതൊക്കെ എന്ന് പറയുമ്പം ഊർവശി മാമിന്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നല്ലൊരു സ്പേസ് കിട്ടി. മീര ജാസ്മിൻ ഇന്നും കൂടെ അതിന്റെ റീൽസ് ഒക്കെ എനിക്കിപ്പോ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലേക്ക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു എങ്ങനെയാണ് ചേച്ചി ഉള്ളത് അതുപോലെയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ പറയുന്നില്ല, എൻ്റെ 100% എസെൻസ് ഉള്ളൊരു ക്യാരക്ടറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഒരു കഥാപാത്രം വരുമ്പം ഒരു ഡയറക്ടറുടെ മനസ്സിലുണ്ടാവല്ലോ അത് ഇങ്ങനെയാണ്. 100% രശ്മി എന്ന് പറയുന്ന സാധനം ഞാൻ ഇതുവരെ എവിടെയും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ അഭിനയം നിർത്തി യൂട്യൂബ് ചാനല് അതുപോലെയൊക്കെ ഇപ്പൊ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ, ബൊട്ടീക്ക്, ഇതൊക്കെ ഒരു ബിസിനസ് മേഖലയിലേക്ക് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവോ? ആക്ച്വലി ഇതെല്ലാം ഞാൻ ശ്രമിച്ച് തൽക്കാലം വേണ്ടാന്ന് വെച്ചതാ. നാളെ ചിലപ്പോൾ സംഭവിക്കായിരിക്കാം. പക്ഷേ ഈ പറയുന്നല്ല, ഞാൻ തുടങ്ങാൻ പോയി, ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് ചാനലിൻ്റെ കാര്യം തന്നെ. പിന്നെ നമ്മൾ ടോട്ടലി നമുക്ക് പേഴ്സണൽ സ്പേസ് ഇല്ലാണ്ടാവുമല്ലോ എന്നുള്ളൊരു സംശയമാണ്. അപ്പം ആസ് ഇറ്റ് ഈസ് തൽക്കാലം ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. നാളെ സംഭവിക്കാം. നാളത്തെ കാര്യം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അഭിനയത്തിലൊക്കെ അപ്പുറം ഒരു എഴുത്ത് കാര്യങ്ങളിലേക്കൊക്കെ ചേച്ചി ശ്രമം നടത്തിയിട്ടുണ്ടോ?
എഴുത്തല്ല, പക്ഷേ ഡയറക്ഷനോട് എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. സ്വാഭാവികം. അപ്പോൾ അല്ല, അതാ പറയുന്നത്. ഞാൻ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും പറയും, കണ്ടോ ഡയറക്ടറെ ഭാര്യയായുണ്ട്. ഞാൻ പറഞ്ഞു, ഹലോ, അത് ഞാൻ ഈ 10-25 കൊല്ലം നിന്ന നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ടേസ്റ്റ് കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ ഹസ്ബൻഡ് അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ പുള്ളി നന്നായിട്ട് അഭിനയിച്ചാൽ നിങ്ങൾ പറയോ, കണ്ടോ നടിയുടെ ഭാര്യ, നടിയുടെ ഭർത്താവ് നന്നായിട്ട് അഭിനയിക്കുന്നു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മുടേതാണ്, അല്ലാതെ പുള്ളിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും. എങ്ങനെ, എന്തായിരിക്കും ചേച്ചിയുടെ മനസ്സിലുള്ള ഒരു രൂപമൊക്കെ എന്തായിരിക്കും? അങ്ങനെ ഒരു ഡയറക്ഷൻ സ്ഥലത്തേക്കൊക്കെ വരികയാണെങ്കിൽ എന്ത് ചേഞ്ച് ആണ് ഇന്നത്തെ ഒരു, നമുക്ക് അറിയാം സിനിമയിലാണെങ്കിൽ സീരിയലാണെങ്കിൽ ലാംഗ്വേജ് മാറി, നമ്മളെ കോൺവെർസേഷന്റെ രീതികൾ മാറി, ഇപ്പൊക്കെ എല്ലാം പ്രത്യക്ഷത്തിൽ കാണിക്കാൻ തുടങ്ങി. സാധാരണ നടക്കുന്ന സംഭവങ്ങളൊക്കെ റിയാലിറ്റിയിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ കഥകളായും ഒക്കെ വരികയാണ്. അങ്ങനെ ഒരു സംഭവങ്ങൾ തന്നെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്? എനിക്കും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോടാണ്. ലൈക്ക് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനുള്ള അവസരം വരികയാണെങ്കിൽ മേ ബി കുറച്ചും കൂടി റിയലിസ്റ്റിക് സാധനങ്ങളായിരിക്കാം ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ 2026 അത്തരത്തിൽ കുറേ അധികം മുഖങ്ങളോടെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. എന്താണ് പ്രേക്ഷകരോടും പറയാനുള്ളത്? കുറച്ച് സമയം കിട്ടിയുള്ളൂ, കാരണം സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അത്ര അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിലൊക്കെയാണ് കുറച്ച് സമയമൊക്കെ കിട്ടി നമുക്ക് തന്നത്. എങ്ങനെയാണ് ഇനി 2026 പ്രേക്ഷകരോടും പറയാം? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഇപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ വേറൊരാൾ ആഗ്രഹിക്കുന്നതായിരിക്കും ഈ പൊസിഷൻ. സോ കിട്ടിയതിൽ ആദ്യം നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും 2026 ശുഭകരമായ ഒരു വർഷമാവട്ടെ. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.